ലാ കത്തീഡ്രലിൽ വെച്ച് തന്റെ 2 കാർട്ടൽ അംഗങ്ങളെ എസ്കോബർ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ഇത് പുറത്തറിഞ്ഞതോടെ ഗവൺമെന്റ് പാബ്ലോയെ സാധാരണ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ പാബ്ലോ 1992 ജൂലൈ മാസത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതോടെ പാബ്ലോയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു. US ഉദ്യോഗസ്ഥരുടെയും എതിരാളികളായ മയക്കുമരുന്ന് കടത്തുകാരുടെയും സഹായത്തോടെ കൊളംബിയൻ സർക്കാർ ഒരു വലിയ വേട്ടയാടൽ ആരംഭിച്ചു. ഒളിവിൽ കഴിയുന്നതിനിടയിലും 1993 ഡിസംബർ 1 എസ്കോബർ തന്റെ 44ാം ജന്മദിനം ആഘോഷിച്ചു. കേക്കും വൈനും മരിജുവാനയും ആസ്വദിച്ച് തന്റെ അന്ത്യം അടുത്തെന്ന് അറിയാതെ അവൻ അത് ആഘോഷിച്ചെന്ന് പറയപ്പെടുന്നു. പിറ്റേന്ന് ഡിസംബർ 2 പാബ്ലോ തന്റെ മകനുമായി ഫോണിൽ സംസാരിച്ചു. സാധാരണയായി ലൊക്കേഷൻ ട്രേസ് ചെയ്യുമെന്ന് ഭയന്ന് 2 മിനിറ്റിൽ കൂടുതൽ അവൻ ആരുമായും ഫോണിൽ സംസാരിക്കാറില്ല. പക്ഷെ അന്ന് കുടുംബത്തോടുള്ള സ്നേഹം അവനെ കൊണ്ട് ആ തെറ്റ് ചെയ്യിച്ചു. കോൾ നീണ്ടുപോയി. മെഡലിനിലെ ലോസ് ഒലിബോസിലുള്ള അവന്റെ ഒളിത്താവളം ഉദ്യോഗസ്ഥർ കണ്ടെത്തി.